ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന പരലോകമോക്ഷം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മൾ ശരിയായ ആബിദായി മാറും. അവിടെ തന്താവി പറയുന്നത് വഖസ്സൽ ആബിദീന ബിദ്ദിക്രി ലിഅന്നഹും ഹുമുൽ മുൻതഫിഊന ബിതൗജീഹാത്തിൽ ഖുർആനിൽ കരീം. കേട്ടോ, ഈ ആബിദുകളെ പ്രത്യേകം ദിക്ർ കൊണ്ട് എടുത്തു പറയാനുള്ള കാരണം അവരാണ് ലിഅന്നഹും ഹുമുൽ മുൻതഫിഊന ബിതൗജീഹാത്തിൽ ഖുർആനിൽ കരീം. ഖുർആൻ്റെ നിർദ്ദേശങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ അവർ മാത്രമാണ്. ആര് മാത്രമാണ്? ശരിയായ ഇബാദത്ത് നിർവഹിക്കുന്ന ആളുകൾക്കാണ് ഖുർആൻ്റെ സന്ദേശം എഫക്റ്റ് ചെയ്യുക. ഖുർആൻ്റെ ഉപദേശം മാനസികമായി സ്വാധീനിക്കുകയും അവരെ ചിന്തിപ്പിക്കുകയും അവരെന്താണ് ഒരു വേള സന്തോഷിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ എന്താണ് ഒറ്റക്കിരുന്ന് കരയാനൊക്കെ പ്രേരിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് ആരെ എത്തുള്ളൂ? ആബിദുകൾ എത്തുള്ളൂ. കാരണം എന്താ? ഇതിൽ ആബിദുലില്ലാഹി ബി ഇഖ്ലാസിൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾ യകൂനു ഖാശിഅൽ ഖൽബ്, അവൻ ഹൃദയം നടുങ്ങുന്ന ആളായിരിക്കും. അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണം എന്താ? നമ്മൾ സൂറത്തുൽ അൻഫാലിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബും. ഹൃദയത്തിന് അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സ് പടക്കുന്ന ഒരു പ്രത്യേകം ഒരവസ്ഥ ഉണ്ട്. അത് സാധ്യമാകുന്നത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കാണ്. അതുപോലെ തന്നെ നഖിയുൻ നഫ്സായിരിക്കും, അതായത് പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായിരിക്കാർ ഒരു നല്ല ആബിദ്, കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതുപോലെ തന്നെ അവൻ മുസ്തഇദ്ദൻ ലിത്തദബ്ബുരി വൽ ഇന്തിഫാ, ആലോചിക്കുവാൻ ചിന്തിക്കുവാനൊക്കെ ഒരുങ്ങുന്ന അതുകൊണ്ടുള്ള പ്രയോജനം എടുക്കുന്ന ആളായിട്ട് ആര് മാറും? ഒരു യഥാർത്ഥ ആബിദ് മാറുന്നതാണ്. ഈ കാര്യം വിശദീകരിക്കുക ഇമാം സഅദി പറഞ്ഞ പരാമർശം അവർ ഫിൽ വുസൂലി ഇലാ റബ്ബി എന്ന് നേരത്തെ പറഞ്ഞ ഹക്ക പറഞ്ഞ്, എന്നാൽ തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് എത്തിച്ചേരുവാൻ ആബിദുകളായ ആളുകൾക്ക് ഇതിൽ എന്താണ് കൃത്യമായ സന്ദേശം? ഒരു വ്യക്തി റബ്ബിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സമൂഹത്തെടുക്കുമ്പോൾ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആരെ പരിശോധിച്ചാലും അവർ ദൈവസന്നിധിയിൽ എന്താണ് എത്തിച്ചേരുക, ദൈവത്തിൻ്റെ തൃപ്തി നേടിയെടുക്കുക, ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഈ പരാമർശം നമ്മൾ കേൾക്കും. നമ്മൾ മുസ്ലിമീങ്ങളെ പറയും അള്ളാൻ്റെ കോപം, അള്ളാൻ്റെ ദേഷ്യം, അള്ളാൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്ന പോലെ അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളാകട്ടെ അതുപോലെ തന്നെ ഹിന്ദുക്കളാകട്ടെ അതായത് ഈ നിലക്ക് പ്രത്യേകം ഒരു മതം പറയുന്നില്ലെങ്കിലും ഉള്ളിലൊരു ദൈവത്തെ സംബന്ധിച്ചുള്ള ചിന്തയും ബോധമൊക്കെ ഉള്ള ആൾക്കാർ ആ നിലക്ക് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടം കിട്ടുക, ദൈവത്തിൻ്റെ എന്താണ് സാമീപ്യം ലഭിക്കുക, അങ്ങനെ പറയും. അത് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത് നമ്മുടെ നിച്ചോപ്റ്റത്തിൻ്റെ പ്രവർത്തകർ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു. ഒരു സാദിഖ് ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ, പലരും ഉണ്ടായിരുന്നു, അതിൽ സാദിഖ് ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞൊരു പരാമർശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ MBBS പോയിട്ട് പൂർത്തിയാക്കിയതിന് ശേഷം ഹിമാലയത്തിൽ പോയിട്ട് തപസ്സിരിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. എന്തിനാ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കേണ്ട കാര്യം? അത് ദൈവസാമീപ്യം നേടിയെടുക്കാൻ. അതായത് ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തിയുടെ ഇഷ്ടദാസനായിത്തീരാൻ ഞാനെന്താണ് MBBS പൂർത്തിയാക്കിയിട്ട് ഹിമാലയത്തിൽ പോയിട്ട് തപസ്സിരിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ദൈവത്തിലേക്ക് എത്തുക എന്നത് ശരാശരി ബോധമുള്ള നല്ല മനുഷ്യന്മാരുടെയൊക്കെ ചിന്തയാണ്. പക്ഷെ ദൈവത്തിലേക്ക് എത്താനുള്ള ശരിയായ വഴി കണ്ടെത്തുന്നിടത്ത് ആര് തോറ്റുപോയി? ഭൂരിപക്ഷം ആൾക്കാരും തോറ്റുപോയി. കാരണം അതിനുള്ള ഏക മാർഗം എന്താണ്? ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏക മാർഗം ഖുർആനാണ്, ഖുർആൻ്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് ആരെ കിട്ടൂല? അള്ളാഹുവിനെ കിട്ടില്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തി ഉണ്ട് എന്നല്ലാണ്ട് അപ്പുറത്ത് കിട്ടില്ല. അത് കിട്ടാൻ എന്താ മാർഗം? വഹീൻ എന്താണ് നമ്മൾ സ്വീകരിക്കലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നമ്മൾ ജമാൽ ആണെന്നോ ഒരു ക്രിസ്ത്യൻ യുവതി ഇസ്ലാം സ്വീകരിച്ച കഥ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമായിട്ടുണ്ട്. അതിൽ ആ സ്ത്രീ വളരെ ചെറുപ്പക്കാരിയാണ്. അവൾ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, എനിക്ക് നിന്നിലേക്ക് എത്തണം, ശരിയായ വഴി എനിക്ക് കാണിച്ചു തരണം. ഇവൾ കൂടെ പറയും. ക്രിസ്ത്യൻ ഭാഷ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം അവൾക്ക് അവളുടെ വീട്ടിൽ തന്നെ എപ്പോഴും കൊണ്ടിട്ട ഒരു ഖുർആൻ്റെ പരിഭാഷ
കിട്ടാണ്. ഖുർആൻ്റെ പരിഭാഷ കിട്ടി അതിൽ അവൾ ഫസ്റ്റ് തുറക്കുന്ന സൂറത്ത് ഫാത്തിഹയാണ്. ആ ഫാത്തിഹയിലെ ആശയമാണ് അവൾ കൂടെ ആരോട് ചോദിച്ചത്. എന്നിട്ട് അവൾ പഠിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ എന്താണ് ഹക്കിലേക്ക് നീ എത്തിക്കണം, ശരിയായി നിന്നെ എങ്ങനെയാണോ ഉപേക്ഷിപ്പിക്കേണ്ടത് അതിലേക്ക് നീ എന്നെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ ഭാഗമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എവിടെ മാർഗമുള്ളൂ? ഇന്ന ഫിഹാദ ലബലാഗൻ ലിഖൗമിൻ ആബിദിൻ, ശരിയായി ദൈവത്തിന് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ശരിയായി ആരാധിക്കണമെന്ന് കൊതിക്കുന്ന ആൾക്ക് അള്ളാഹിനെ മനസ്സിലാക്കി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാൻ എന്ത് വേണം? ഖുർആൻ എന്താണ് സ്വീകരിക്കണം. ഖുർആനെ നെഞ്ചേറ്റുന്ന, ഖുർആൻ്റെ ആശയങ്ങളിൽ ശക്തമായി ചിന്ത നടത്തുന്ന ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ അവരുടെ മനസ്സ് വെമ്പൽ കൊള്ളുമെന്നതാണ്. അവരുടെ അങ്ങേയറ്റത്ത് അടങ്ങാത്തൊരു കൊതിയായത് മാറുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. ആ കാര്യം ഇമാം സഅദി മനോഹരമായിട്ട് പറയുന്നുണ്ട്. കാരണം അള്ളാഹുവിലേക്കെത്താൻ വൈല ദാരി കറാമത്തി, അവൻ ആദരവ് നൽകുന്ന ആ ലോകത്തേക്കെത്താൻ, അള്ളാഹുവിലേക്ക് എത്തുന്ന വഴി നമുക്ക് കിട്ടേണ്ട അടുത്ത കാര്യം എന്താ? അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന മനോഹരമായ സ്വർഗ്ഗലോകമാണ്. അതിലേക്കെത്താൻ ഏതേ മാർഗമുള്ളൂ? ഖുർആനാണ് മാർഗം. അതുപോലെ തന്നെ ഫവസ്ലിഹിം ഇല അജിൽ മതാലിബ് വഅഫ്ദലി റഗൈബ്, അവരുടെ തേട്ടങ്ങളിൽ ഏറ്റവും മഹത്തരമായ കാര്യത്തിലേക്കും അവരുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ഖുർആനാണ്. ഈ ഖുർആൻ അവലംബിക്കുകയുമാണ് ഇതിന് കഴിയുള്ളൂ. എന്നിട്ട് പറയാണ്, വലൈസലിൽ ആബിദീൻ അല്ലദീനഹും അഷ്റഫുൽ ഖൽഖ്. ശ്രദ്ധിച്ചോളെ, സാഹിദിൻ്റെ പരാമർശം, വലൈസലിൽ ആബിദീൻ അല്ലദീനഹും അഷ്റഫുൽ ഖൽഖ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. മുഹമ്മദ് റസൂലുള്ള സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ കാരണം എന്താ? അള്ളാഹിന് അത്രയും എന്താണ് നന്നായി ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത അത്രയും റബ്ബിൻ്റെ മുമ്പിൽ ഇബാദത്തിൽ മുഴുകിയ ആളാണത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി ഹാൽ, ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ജീവിതത്തിൻ്റെ സർവ്വ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയോടുകൂടി കഴിയാൻ കഴിയുന്ന മഹാഭാഗ്യത്തിലേക്ക് എത്തിയ ആൾക്കാരാണ് ആര്? പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് സൂറത്ത് സ്വഫാത്തിൽ ഇന്നാ ഖലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ, പരലോക സംബന്ധമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറഞ്ഞ ആൾക്കാരാണ് ആര്? പ്രവാചകന്മാർ. അത് അവരെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന രസം. അപ്പോൾ ഈ ഒരു ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഇബാദത്തിൻ്റെ ശരിയായ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. ലദ്ദത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ വല്ലാത്ത ആഗ്രഹം. ഇപ്പോൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവിൻ്റെ കൂടെ ചോദിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്. ആ പ്രാർത്ഥന നമുക്കറിയാം. എപ്പോൾ ചെല്ലാനാണ് പഠിപ്പിച്ചേ? നമസ്കാരത്തിന് ശേഷം മീൻസ് നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നിന്ന് അഭിപ്രായമുണ്ട്. അതായത് സലാം വിടുന്നതിന് മുന്നോട് ആണ് പ്രാർത്ഥിക്കേണ്ടത് അഭിപ്രായമുണ്ട്. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും കനപ്പെട്ട പ്രാർത്ഥന എന്നാണ്. കാരണം എന്താ നമ്മൾ ആവശ്യപ്പെടുന്നത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക, അള്ളാഹു നമുക്ക് നൽകിയത് മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദിയുള്ളൊരു അടിമയാകും, വഹുസ്നി ഇബാദത്തിക്, അള്ളാഹ്ക്ക് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയായി തീരാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അത് സാധ്യമായാൽ നമുക്കെന്താണ്? ഈ ദീൻ നമുക്ക് ഇഷ്ടമുള്ള ദീനാകുക. ഈ ദീനിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാൽ, ആളുകൾ പറയുന്ന ആക്ഷേപങ്ങൾ നമ്മൾ അസ്വസ്ഥമാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഇഖ്ലാസോടു കൂടിയുള്ള ഇബാദത്ത് നടത്താൻ കഴിയുന്ന ആൾക്കാരാകുമ്പോഴാണ് എന്ത് കുറ്റപ്പെടുത്തൽ കേട്ടാലും നമ്മളതെന്താണ് അസ്വസ്ഥമാക്കില്ല. മറിച്ച് എന്താണ്, അങ്ങനെയല്ല അത് എന്ന് ഉറപ്പിക്കുവാനും അതിൻ്റെ സത്യം കണ്ടെത്തുവാനുള്ളൊരു ചിന്ത നമുക്ക് വരാം. എന്നാൽ ഇബാദത്ത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ദീനിനെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ച്, റസൂലുള്ളാഹിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പല ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ, അതങ്ങനാണോ, അങ്ങനെയല്ലേ, അങ്ങനെ ചോദിച്ച് ചിലപ്പോൾ എന്താണ് പറ്റ തെറ്റിപ്പോകുന്ന രസമുണ്ട്. അതിൻ്റെ കാരണം ഇബാദത്തിൽ നമ്മളെന്താണ് ശക്തരല്ലാത്തതുകൊണ്ടാണ്. ശരിയായി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ ആ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നത് നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരവസ്ഥ. എന്നിട്ട് പറയുന്നുണ്ട്, വലൈസലിൽ ആബിദിൻ അല്ലദീനഹും അഷ്റഫുൽ ഖൽഖി വറാ ഗായത്തി, ഇതല്ലാത്തൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അള്ളാഹുവിലേക്ക് എത്തുക, അള്ളാഹു ഒരുക്കിയ കറാമത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുക എന്നതിനേക്കാളും വലിയൊരു ലക്ഷ്യം ആർക്കുണ്ടാവില്ല? ശരിയായ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നാണ്.
എങ്ങനെ സാധ്യമാകുന്ന പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ സിഫത്തുകളുടെ അഫാലുകളുടെ ഒക്കെ എന്താണ് മനസ്സിലാക്കി ആ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അപ്പോഴാണ് അത് സാധ്യമാകുക എന്ന് അവിടെ ഒരു വിശദീകരിക്കണം. ഞാൻ ഏതായാലും ഇങ്ങനെ അതിൻ്റെ ഇബാറത്തുകൾ വായിച്ചതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. മൊത്തത്തിൽ നമ്മൾ ആശയം മനസ്സിലാക്കുമ്പോൾ ഇന്ന ഫി ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ വ്യക്തമായല്ലോ. ഒരു ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങൾക്ക് ഖുർആൻ മുഖേന വിശിഷ്യ ഈ സൂറത്തുൽ തന്താവി പറഞ്ഞത് അംബിയായിലെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ അംബിയയിൽ തുടങ്ങിയപ്പോൾ തന്നെ എങ്ങനെ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന ആളുകളുടെ പലവിധ വിമർശനങ്ങളും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം പറയുന്ന ഭാഗത്തിൽ നമ്മൾ തുടങ്ങി അല്ലേ. അതിനുശേഷം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ ശരിക്കും എന്താണ് അങ്ങേയറ്റം എന്താണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കുറേ പ്രാർത്ഥനകൾ നമ്മളെ പഠിച്ചു, സൂറത്തുൽ അംബിയയിൽ പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പരിഗണിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അള്ളാഹ്ക്ക് നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ഖുശൂഉള്ള ആൾക്കാരായിരുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് എത്താൻ അള്ളാഹു ഒരുക്കിയ മഹാ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആളുകളായിട്ട് മാറും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന, അള്ളാഹു ഒരുക്കിയ അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ കൊതിക്കുന്ന ആളുകൾ എന്ത് വേണം? നന്നായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാകണം എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി തൊട്ടടുത്ത ആയത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്താണ് പറഞ്ഞത്? വമാ അർസൽനാക, മാ എന്ന പദം ഇവിടെ എന്തിനാ? നഫിക്കുള്ളതാണ്. ഇല്ല അല്ല എന്നൊക്കെ പറയില്ലേ. അർസല എന്നുള്ള പദം എന്താ? അർസല അയച്ചു. അർസല യുർസുലാണ് പദം. അർസലൻ്റെ മുന്നാരി യുർസുൽ. അപ്പോൾ അർസൽനാ എന്ന് പറഞ്ഞാലോ നിങ്ങൾ സർഫ് ചെയ്യലുണ്ടോ? ഫീല് പാലും ഉണ്ട് വാൽനാതിരത്തിനോ അല്ലേ? കത്തപ്പു അവസാനം കത്തപ്പുനാന്നാണ്. കത്തപ്പുനാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ, നാം, ഞങ്ങൾ. അപ്പോൾ അർസൽനാ എന്താണ്? നാം അയച്ചു. മാ അർസൽന, നാം അയച്ചിട്ടില്ല. അരെ നിന്നെ അഥവാ താങ്കളെ, മുഹമ്മദ് നബിയെ കൊണ്ട് നമ്മൾ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇല്ല അല്ലാതെ. അപ്പോൾ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ, ഇല്ലെന്നല്ല അറിയില്ല. റഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തൻ കാരുണ്യം അല്ലേ, റഹ്മത്ത് കാരുണ്യം. ലിൽ ആലമീൻ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ. ആലം എന്ന് പറഞ്ഞാൽ ലോകം, ആലമീൻ ലോകർ അല്ലേ. അപ്പം ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല, ദൂതനായിട്ട് അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു കാരുണ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം നമ്മൾ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളെക്കുറിച്ചൊക്കെ പലപ്പോഴും സംസാരം ഉണ്ടാകാറുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് അവരെ പുകയത്തി പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള പലരും കാണും. നല്ലത് തന്നെ, അത് നിഷേധിക്കല്ലോ, അങ്ങനെ തെറ്റി മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ അത്തരം ആളുകൾ സജീവമായി ഇത്തരം മേഖലയിൽ വിവരിക്കുന്ന ആളുകൾ ശരിയായ ഇസ്ലാമിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ എന്താണ് അവർക്ക് കഴിയാറില്ല. കാരണം അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പോകുമ്പോൾ അവർക്ക് ദീൻ ഉറക്കെ പറയാൻ കഴിയാതെ അവരെന്താണ്, പലർക്കും അറിയുന്ന പലർക്കും എന്താണ് അത് പറയാൻ കഴിയാറില്ല. എന്നാൽ സത്യത്തിൽ നമ്മളൊരാളോട് ശരിക്കും കരുണ കാണിക്കുന്നത് എപ്പോഴാണ്? ഒരാളെ ശരിയായ ദീനിലേക്ക് എത്തിക്കുമ്പോഴാണ്. ഇല്ലാത്ത കാരുണ്യം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ രക്ഷപ്പെടുത്താനുള്ള ചില കാട്ടിക്കൂട്ടൽ മാത്രമാണ്. കാരണം ദുനിയാവ് കഴിഞ്ഞില്ലേ. നമ്മളിപ്പോൾ മുമ്പൊരിക്കൽ എന്താണ് കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവ് വരുന്നൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ടൊക്കെ ശേഖരിച്ച് അതിന് പിന്നാലെ ആരും മരിച്ചുപോയി, ആ കുട്ടി മരിച്ചുപോയി അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തിട്ട് നോക്കാൻ ഫലം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കാരുണ്യമാകുമ്പോൾ മനുഷ്യരെ വെച്ച് ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ജിന്നുകളെ വെച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ആത്യന്തികമായ രക്ഷയുടെ ലോകത്തേക്ക് എത്താൻ വേണ്ട എല്ലാ സന്ദേശങ്ങളും ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരുപാട് ഏരിയയിലൂടെ പോകാൻ പറ്റുന്ന ഒരായത്താണിത്. ഈ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വേണ്ടതെന്ന് പറയുന്നുണ്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് മാത്രം കാരുണ്യം കാണിച്ച ആളല്ല. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീമുണ്ട്. മുഅ്മിനീങ്ങളോട് എന്താണ്? ദയാലുവാണ്, അതുപോലെ തന്നെ കരുണ കാണിക്കുന്ന ആളാണെന്നുള്ള പരാമർശമുണ്ട്. എന്നാൽ അത് മുഅ്മിനീങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയയും കരുണയൊക്കെ. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, അടിമയാകട്ടെ,
അങ്ങനെ സമൂഹത്തിലെ ഏതെല്ലാം മേഖലയിലുള്ള ആൾക്കാരുണ്ടാവും, സാധുക്കളാകട്ടെ, പാവങ്ങളോടൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്നെ എന്താണ് സാധുക്കളിൽ തരികയെന്നൊക്കെ പറഞ്ഞ പരാമർശങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലോകർക്ക് കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങളോട് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമെന്ന് മനസ്സിലാക്കുന്ന കുറേ പരാമർശമുണ്ട്. അതിലൊന്ന്, ഒരിക്കൽ സഹാബികൾ ചില വന്നത് അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ ഈ മുശ്രിക്കുകൾക്കെതിരെ എന്താ പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് മുശ്രിക്കുകൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത്? അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ എന്തല്ല ലആനല്ല, ഞാനൊരു ശാപവാക്ക് പറയുന്ന ആളായി പടക്കപ്പെട്ടവനല്ല, മറിച്ച് ഞാൻ എന്താണ് കരുണ നൽകപ്പെടാൻ അർഹതപ്പെട്ട ആളാണെന്ന് പറയുന്ന ആ നിലക്കുള്ള പരാമർശങ്ങൾ എന്നാണ് ഹദീസിൽ കാണുന്നത്. ഇപ്പോൾ ലആനല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ശപിച്ച് ഇല്ലാതാക്കുന്ന ഒരു പണി ആർക്കില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. പല ആളുകളും പല നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ അതിൻ്റെ ആശയം ഇങ്ങനെ മനസ്സിലാക്കും, റസൂലുള്ള ഒരാൾക്കെതിരെയും പ്രതികാരം എടുത്തിട്ടില്ല. റസൂലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിന് എന്താണ് സംരക്ഷണം ലഭിക്കേണ്ട മേഖലയിൽ ചില ഇടപെടൽ നടത്തി എന്നതല്ലാതെ സ്വന്തത്തെ ഉപദ്രവിച്ചതിനെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം എടുത്തിട്ടേ ഇല്ല എന്നാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക. അള്ളാഹുവിൻ്റെ കാരണത്തിലാണ് നീ ആ ജനങ്ങളുടെയൊക്കെ ദയുള്ള മൃദുല സ്വഭാവമുള്ള ആളായത്. നീ എങ്ങാനും പരുഷഹൃദയൻ അല്ലേ, കഠിന ഹൃദയനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ആളുകൾ നിന്ന് അകന്നു പോകുമായിരുന്നു എന്ന് പറയുന്ന പരാമർശം സൂറത്ത് ആൽ ഇംറാനിലുണ്ട്. അപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകളെയും അങ്ങനെ ചേർത്ത് പിടിച്ച സംഭവമുണ്ട്. മുശ്രിക്കുകൾ പുറത്താക്കിയതാണ് അല്ലേ, നാട്ടിൽ നിന്ന് പുറത്താക്കിയ മുശ്രിക്കുകൾ ഒരു സാഹചര്യത്തിൽ എന്താണ് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടവരാണപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സഹായിക്കാനാണ് പറഞ്ഞത്. ധൈര്യത്തിൽ കാണാൻ പറ്റും. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ടത് ഉഹുദിലല്ലേ, ഉഹുദ് യുദ്ധത്തിലല്ലേ നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ടത്? കാരണം എന്താ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് വേദനയായിട്ടുണ്ട്, റസൂലുള്ള അതിൻ്റെ പിന്നാലെ പറഞ്ഞു പോയിട്ടുണ്ട്. തങ്ങളിലെ ദൂതനെ പ്രയാസപ്പെടുത്തിയ ഒരു ജനത എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള പരാമർശം നടത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയണ്ട, അങ്ങനെ പറയാൻ നീ അർഹനല്ല, ആ പരാമർശം ശരി, റസൂൽ ശപിച്ചതല്ല, ഈ പ്രയാസപ്പെടുന്ന സമയത്ത് എന്താണ് ആ ഉമ്മത്ത് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള ആശ്ചര്യം പ്രകടിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അങ്ങനെ പറയേണ്ടതില്ല, അള്ളാഹുവാണ് ആ പ്രയാസപ്പെടുത്തിയ ആളുകളിൽ പ്രധാനിയായിരുന്ന ആര്? ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയതിൽ പ്രധാനി ആരാ? ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദ് പിന്നെ ഇസ്ലാമിന് എന്താണ് സേവനം ചെയ്യുന്ന സൈഫുള്ളയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആളുകളെക്കുറിച്ച് ആ നിലക്കുള്ള തീരുമാനം പറയാൻ ആരർഹനല്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹനെല്ലാം തിരുത്തി പറയുന്ന ഭാഗം നമുക്ക് ആൽ ഇംറാനിൽ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ഉഹുദ് യുദ്ധം അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് പ്രയാസപ്പെടുത്തിയതായിട്ട് പൊതുവെ സ്വഹാബികൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഉഹുദല്ലേ താങ്കളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഉഹുദല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ത്വായിഫിൽ പോയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്. കാരണം എന്താ, സ്വന്തക്കാരായ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ട് എനിക്കെന്താണ് അഭയം നൽകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത്. പക്ഷേ കൂടുതൽ പ്രതീക്ഷ വെച്ച് പോയ ആളുകൾ അത് ഭയങ്കരമായിട്ട് മാനസികമായി അസ്വസ്ഥനാക്കുന്ന കാര്യമാണ്. ആരാണോ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ പിള്ളേരെ വിട്ട് എറിഞ്ഞ് ഓടിക്കാണ്. ആ ഓട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ കയറി നിൽക്കുന്ന രംഗമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മലകൾ പൊക്കി എന്താണ് ആ തായിഫുകാരുടെ മേലിടാൻ അള്ളാഹു താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ അതിനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? അല്ലേ, വേണ്ട, അവരെ പിന്നാലെ കുറേ എന്താണ് വിശ്വാസികൾ കടന്നു വരുന്നത് ഞാൻ പ്രതീക്ഷ വെക്കുന്നുണ്ട്, അവരറിവില്ലാത്തവരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഭാവിയിൽ അവരിൽ നല്ല ആളുകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ആരംഭിച്ചു. ആ പ്രതീക്ഷ അതേപോലെ നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ത്വായിഫിലുള്ളതാരാ? പിന്നീട് ഇങ്ങോട്ട് ത്വായിഫിലുള്ള ആൾക്കാരൊക്കെ എന്തായി ഇസ്ലാമിൻ്റെ വലിയ വലിയ പ്രതിനിധികളായിട്ട് പലരും കയറി. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും എളുപ്പവും ആശ്വാസവും കരുണയും ഒക്കെ നടപ്പിലാക്കുന്നിടത്ത് മെനക്കെട്ടാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു കിളിയുടെ കുഞ്ഞുക്കിളിയെ പിടിച്ചുകൊണ്ടാന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ കിളി ഇങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രയാസപ്പെടുത്തുക, വിട്ടുകൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് റഹ്മത്തല്ലിൽ ആലമി എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ നടപ്പിലാക്കുന്നതാണ്. ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസർജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകുന്നേരയിലേക്ക് പോയി ഒരു തോട്ടത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോയ സമയത്ത് ഒരു ഒട്ടകം വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉള്ളതാണ്ട് സംഭവങ്ങൾ അതിൻ്റെ റിവായത്തുകളൊന്നും പറയുന്നില്ലെങ്കിൽ ആശയം മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒട്ടകം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകം റസൂലുള്ളാഹിന്റെ സങ്കടം പറയാണ്. അതായത് ഭയങ്കര പട്ടിണിയും പ്രയാസമായിട്ട് കിടക്കുന്നൊരവസ്ഥയിൽ വയറെ കൊട്ടി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ ഒട്ടകത്തിൻ്റെ സാഹിബാരാണ്? അയാളെന്താണ് അനീതി കാണിക്കുന്നുണ്ട്, ഇതിനോട് കരുണ കാണിക്കണം എന്ന് പറയുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കരിച്ചു കളഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു കൂട്ടം അതാരാണ് തീയിട്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു മറുപടി ഉണ്ട്, തീ കൊണ്ട് ശിക്ഷിക്കുവാൻ അർഹതപ്പെട്ടവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്, നിങ്ങളത് ചെയ്യരുതായിരുന്നു അല്ലേ? അങ്ങനെ എല്ലാവരോടും എല്ലാ അർത്ഥത്തിലും കരുണയും ദയവും കാണിച്ച ഒരു മഹാപ്രവാചകനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കാരുണ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഈ അദ്ദീനുൽ ഹനീഫ് വഹുവ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം വഴി ആളുകൾ ആത്യന്തികമായ രക്ഷയിലേക്ക് എത്തും. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു രീതിയുണ്ട്, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരണശേഷം രക്ഷപ്പെടുള്ളൂ, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലേ നമ്മൾ മരണശേഷം രക്ഷപ്പെടുള്ളൂ. അത് ശരിയാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാലാണ് ദുനിയാവിലും നമ്മൾ ശരിയായ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുക എന്നത് പലപ്പോഴും അത്ര കനത്തിൽ പറയാൻ പലപ്പോഴും ആളുകൾ മറന്നു പോകാറുണ്ട്. എന്നാൽ അതാണൊരു വസ്തുത. നമ്മൾ എത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കുന്നുവോ അത്രയും നമ്മളിവിടെ ഈ ഭൗതിക ലോകത്ത് മരിക്കുന്നതിന് മുമ്പുള്ള ഈ ജീവിതകാലത്ത് നമ്മൾ എന്തായിരിക്കും? കൂടുതൽ സുരക്ഷിതരായിരിക്കും, സ്വസ്ഥരായിരിക്കും, പ്രയാസങ്ങളിൽ നിന്നാണ് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന, തുറവി കണ്ടെത്താൻ കഴിയുന്ന ആളുകളായിട്ട് മാറും. അപ്പോൾ അത് ആ നിലക്കൊക്കെ ചിന്തിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കാരുണ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാ വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാരുണ്യമായി തീരണമെങ്കിൽ, ഇതാണ് നമ്മുടെ പോയിന്റ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യമായി തീരുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീകൾ മനസ്സിലാക്കുമ്പോഴാണ്. അത് ആദിയായ താല്പര്യത്തോടു കൂടി നെഞ്ചേറ്റാൻ തയ്യാറാകുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താടി വളർത്താൻ പറഞ്ഞെങ്കിൽ പിന്നെ അതിൽ അപ്പീലില്ല അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായി നമ്മൾ മാറണം അല്ലേ? ഒരു സ്ത്രീയാണ് എങ്കിൽ ഒരു സ്ത്രീ ഇന്ന വേഷം ധരിക്കണം എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു. അതനുസരിക്കുന്നത് മുഖേന എനിക്ക് ദുനിയാവിലൊന്നും വരാൻ പോകുന്നില്ല, ആഖിറത്തിലൊന്നും വരാം, ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അത് ഈമാനും ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതായിട്ട് കണക്റ്റാണ്. അപ്പോൾ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന യഥാർത്ഥ കാരുണ്യം സാധ്യമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി കള്ളത്തരങ്ങളില്ലാതെ, കാപട്യങ്ങളില്ലാതെ, രഹസ്യ പരസ്യ സന്ദർഭങ്ങളെല്ലാം റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഓതാം ഒരിക്കൽ കൂടി നിർത്താം. أعوذ بالله من الشيطان الرجيم. أذكره. إن في هذا لبلاغا لقوم عابدين. وما أرسلناك إلا رحمة للعالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.